بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അടുത്ത ഹദീസ് حدثنا أبو عمار الحسين ابن حريث الخزاعي رضي الله عنه قال حدثنا علي بن حسين ابن واقد قال حدثني أبي قال حدثني عبد الله ابن بريدة قال سمعت أبي بريدة يقول അബൂ ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജാ സൽമാനുൽ ഫാരിസി തങ്ങൾ വന്നു ഇലാ റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക്. ഹീന ഖദിമൽ മദീന, നബി തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ബി മാഇദത്തിൻ, ഒരു പാത്രവുമായിട്ട്, അലൈഹ അതിലുണ്ട്, റുതബുൻ എന്തുണ്ട്, ഈത്തപ്പഴങ്ങളുണ്ട്, അല്പം ഈത്തപ്പഴം. അങ്ങനെ ഫവളഅഹ, സൽമാൻ തങ്ങൾ അതിനെ വെച്ചു, ബൈന യദൈ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ. ആദ്യകാലത്ത് തീയാരാധകനായിരുന്നു സൽമാനുൽ ഫാരിസി, മജൂസി. പിന്നീട് വലിയ സ്ഥാനത്തെത്തി. നിങ്ങളുടെ വാപ്പയുടെ പേരെന്താണെന്ന് മഹാനവറുകളോട് പിന്നീട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അന സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ മോനാണ്. മൂപ്പര് പറഞ്ഞതാ. ആദ്യകാലത്ത് എന്താണ്, തീയാരാധകനായിരുന്നു. ബഗ്ദാദിൽ മഹാനവറുകളുടെ മഖ്ബറ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. സൽമാൻ പാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. മദായിൻ എന്ന് പറയും. അഹദുല്ലദീന ഇഷ്താഖത് ലഹുമുൽ ജന്ന, ഇഷ്താഖത്തിൽ ജന്ന ഇലാ സലാസ അല്ലെങ്കിൽ ഇലാ അർബഅ, മൂന്നാളുകളെ കാണാൻ സ്വർഗം കൊതിക്കുന്നു. സ്വർഗം കാണാൻ കൊതിക്കുന്ന ആളാണ് ആര്? അതിൽപ്പെട്ട ആളാണ് ആര്? സൽമാനുൽ ഫാരിസി. തീയാരാധകരായിരുന്നു എന്ന് പറഞ്ഞല്ലോ. സ്വന്തം സഹോദരൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചോടി, പിന്നീട് ബൈത്തുൽ മുഖദ്ദസിലെത്തി. അവിടെ നിന്നാണ് മദീനയിലേക്ക് വരുന്നത്. ആ മദീനയിൽ നടന്നൊരു സംഭവമാണ് നമ്മുടെ ഹദീസ്. കാലങ്ങൾക്ക് ശേഷം ആദ്യം വലിയ സമ്പന്ന കുടുംബത്തിൽ പറന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നല്ല വസ്ത്രവും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കുടുംബമൊക്കെ ഒഴിവാക്കി. പേർഷ്യയിൽ നിന്നാണ് വരുന്നത്. ആദ്യം ബൈത്തുൽ മുഖദ്ദസിലെത്തി, പിന്നെ മദീനയിലെത്തി. അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ സൽമാൻ അൽ ഫാരിസി തങ്ങളെ നോക്കിയിട്ട് റസൂലുള്ളാഹി കരയാണ്. പറഞ്ഞു, സൽമാൻ എങ്ങനെ ജീവിച്ച ആളായിരുന്നു, നല്ല സമ്പന്ന കുടുംബത്തിൽ സുഖാഡംബരങ്ങളോടുകൂടെ ജീവിച്ച ആളാണ്. ഇപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതുകൊണ്ടല്ലേ അദ്ദേഹം ദരിദ്രനായി പോയത്. അങ്ങനെ ഒക്കെ പറഞ്ഞിരുന്നു എന്നാണ്. സൽമാനുൽ ഫാരിസി തങ്ങളുടെ തോട്ടമുണ്ട് മദീനയിൽ, ഇപ്പോഴും ഉണ്ട്. നമ്മളവിടെ പോവാറുണ്ട്. പോയാൽ സൽമാനുൽ ഫാരിസി തങ്ങളുടെ ഈത്തപ്പഴത്തോട്ടം അവിടെയാണ്. 100 ഈത്തപ്പന തൈകൾ നട്ടു. 99 നട്ടത് റസൂലുള്ളാഹിയാണ്. 1 നട്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹി നട്ട 99 എണ്ണവും അടുത്ത വർഷമാകുമ്പോഴേക്ക് കായ്ച്ചു. ഈന്തപ്പന വരെ ഒരു കൊല്ലം കൊണ്ടൊന്നും കായ്ക്കൂല, വർഷങ്ങൾ വേണം. അടുത്ത വർഷമാകുമ്പോഴേക്ക് കായ്ച്ചു. 99 കായ്ച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നട്ടത് കായ്ച്ചില്ല. റസൂലുള്ളാഹി എന്താക്കി, അടുത്ത കൊല്ലമായപ്പോൾ അത് പൊരിച്ചിട്ട് വീണ്ടും നട്ടു. അങ്ങനെ അത് അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് ഒക്കെ ആയത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ബർക്കത്താണ്. മൃതങ്ങൾക്ക് ബർക്കത്തില്ല എന്നല്ല അർത്ഥം. റസൂലുള്ളാഹിലേക്ക് ചേർത്തി നോക്കിയിട്ട് ബർക്കത്ത് ഉറപ്പായാലും കുറവാണല്ലോ. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ സൽമാനുൽ ഫാരിസി തങ്ങൾ
ഇസ്ലാമിനെ അന്വേഷിച്ച്, ഇസ്ലാമിൻ്റെ പ്രവാചകരെ അന്വേഷിച്ച് മദീനയിലേക്ക് വരികയാണ്. ഗതകാല മുൻകഴിഞ്ഞ വേദങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെയുള്ള വിശേഷണങ്ങൾ ഒത്തിണങ്ങിയ ആളാണോ നബിതങ്ങളെന്ന് പരീക്ഷിക്കുകയാണ്. അല്പം ഈത്തപ്പഴം എടുത്തു, അങ്ങനെ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ വെച്ചു. ഫഖാല, റസൂലുള്ള ചോദിച്ചു, യാ സൽമാനു മാ ഹാദാ, ഇതെന്താണ് സൽമാൻ? ഫഖാല, സൽമാൻ അൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, സദഖത്തുൻ അലൈക വഅലാ സ്വഹാബിക, അങ്ങേക്കും അങ്ങയുടെ സ്വഹാബികൾക്കുമുള്ള സദഖയാണിത്. സദഖയാണ് ഇത്. ഫഖാല, റസൂലുള്ള പറഞ്ഞു, ഇർഫഅഹ, അതെടുക്ക്, അത് ഉയർത്ത്, ഇതെടുത്ത് കൊണ്ടുപോയിക്കോ. ഫഇന്ന ലാ നഅകുലു സദഖ, ഞങ്ങൾ സദഖ കഴിക്കാറില്ല, സദഖ ഭക്ഷിക്കാറില്ല. സദഖ, സക്കാത്ത്, സക്കാത്ത് എനിക്ക് എന്തു പറയും? സദഖ എന്ന് പറയും. അപ്പോൾ ഒരഭിപ്രായം അനുസരിച്ച് റസൂലുള്ളാഹിക്കും കുടുംബത്തിനിക്കും എന്തു പറ്റൂല? സുന്നത്തായ സദഖയും പറ്റൂല, നിർബന്ധമായ സക്കാത്തും കൊടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഹദിയ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ കാല വേദങ്ങളിലുണ്ട്. മുഹമ്മദ് എന്താവൂല? സദഖയോ സക്കാത്തൊന്നും സ്വീകരിക്കൂല. അപ്പം അത് പരീക്ഷിക്കുകയാണ് ആര്? സൽമാൻ അൽ ഫാരിസി. ഇത് യഥാർത്ഥ പ്രവാചകൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഫജാ അൽ ഗദ, പിറ്റേന്ന് വന്നു, ബിമിസ്ലിഹി, അതുപോലത്തെ ഒന്നുകൊണ്ട്, അതുപോലത്തെ ഒരു പാത്രത്തിൽ ഈത്തപ്പഴമായിട്ട് വന്നു. ഫവളഅഹു ബൈന യദൈ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചു, സമക്ഷത്തിൽ വെച്ചു, മുന്നിൽ വെച്ചു. ഖാല, റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദാ യാ സൽമാൻ, ഇതെന്താണ് സൽമാനെ? അപ്പോൾ സൽമാൻ തങ്ങൾ പറഞ്ഞു, ഹദിയത്തുൻ ലക, ഇത് അങ്ങേക്കുള്ള സമ്മാനമാണ്, ഹദിയയാണ്. എന്താ പറഞ്ഞത്? ഹദിയയാണ്. ഫഖാല റസൂലുള്ളാഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിയ സ്വഹാബിഹി, തൻ്റെ സ്വഹാബത്തിനോട്, ഉബ്സുതൂ, നിങ്ങളതെടുത്ത് കഴിച്ചോളൂ, അല്ലെങ്കിൽ ഉബ്സുതൂ, നിങ്ങൾ തിന്നാനുള്ള സുപ്രവിരിക്കൂ, നമുക്കത് തിന്നാം എന്നുള്ള അർത്ഥത്തിന് പറഞ്ഞു. അങ്ങനെ അവിടെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട്, അതവിടെ ഫില്ല് ചെയ്യണം നിങ്ങൾ. അപ്പോൾ ഒരടയാളം ശരിയായി. എന്താണ്? സദഖയോ സക്കാത്തോ ഭക്ഷിക്കൂല. പരീക്ഷിച്ചല്ലോ. ഒരു ദിവസം കൊണ്ടു കൊടുത്തു, സദഖയാണെന്ന് പറഞ്ഞു, റസൂൽ കൊണ്ടുപോകാൻ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം വന്നു, ഹദിയാണെന്ന് പറഞ്ഞപ്പോൾ കഴിച്ചു. പിന്നെ അവിടെ എഴുതി കൊടുക്കണം, നിങ്ങളെ കിതാബിലില്ല. സുമ്മ നളറ ഇലൽ ഖാത്തമി അലാ ലഹരി റസൂലില്ലാഹ്, പിന്നെ അവിടുത്തെ ചുമലിലുള്ള പ്രവാചകത്വ മുദ്രയിലേക്ക് അവിടുന്ന് നോക്കി, ഖാത്തമുൻ നുബുവത്തിലേക്ക് നോക്കി. അപ്പോൾ അതവിടെ ഉണ്ട്. ഈ രണ്ടടയാളങ്ങളാണ് ആര്? സൽമാൻ തങ്ങൾ കഴിഞ്ഞ കാല ഗ്രന്ഥങ്ങളിൽ കണ്ടത്, തൗറാത്തിൽ ഇഞ്ചീലിലൊക്കെ. അപ്പോൾ ഫആമന ബിഹി, റസൂലുള്ളാഹിനെ കൊണ്ട് അവരെന്തായി? വിശ്വസിച്ചു. ആര്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? അവിടെ കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്, നമ്മുടെ ഈ കിതാബിലൊക്കെ ഉണ്ട്. അതും കൂടി വായിക്കണം. നമ്മുടെ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത നുസ്ഖയിൽ അത് കളയപ്പെട്ടു പോയതാണെന്ന് തോന്നുന്നു. ഒരു പാരഗ്രാഫ് അവിടെ ഇല്ല. എന്തായാലും അത് ഞാൻ വായിക്കാം. അങ്ങനെ ഫആമന ബിഹി, ഒരു താമസവും ഇല്ലാതെ സൽമാൻ തങ്ങൾ റസൂലുള്ളാഹിനെ കൊണ്ട് എന്തായി? വിശ്വസിച്ചു. വക്കാനലിൽ യഹൂദ്, അദ്ദേഹം ജൂതന്മാർക്കുള്ള ആളായിരുന്നു, ജൂതന്മാരുടെ ഒരു അടിമയായിരുന്നു. അപ്പോൾ മദീനയിൽ വന്നപ്പോൾ, ഒരു രാജ്യത്ത് വരുമ്പോൾ ആരുടെയെങ്കിലും അഭയമില്ലാതെ ആ നാട്ടിൽ യാചിക്കാൻ ഇപ്പോൾ ഉണ്ടല്ലോ, കഫീൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഗൾഫിലൊക്കെ നിൽക്കണമെങ്കിൽ ഒരു കഫാലത്ത് വേണം. ഏതെങ്കിലും അവിടുത്തെ ആ നാട്ടിലെ പൗരൻ്റെ എന്ത് വേണം? കഫാലത്ത്. കഫീൽ എന്ന് കേട്ടണ, ബോസ് എന്നൊക്കെ പറയും ഗൾഫിലുള്ള ആളുകൾ. അപ്പോൾ വക്കാനലിൽ യഹൂദി, അദ്ദേഹം ജൂതൻ്റെ അടിമയായിരുന്നു. ഫസ്തറാഹു റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് സൽമാൻ തങ്ങളെ വാങ്ങി. ബികദാ വകദാ ദിർഹമൻ, ഇന്നാലിന്ന ദിർഹമ കൊണ്ട്, ഇന്നാലിന്ന
40 ഔഖിയകളാണ് കൊടുത്തത് എന്നൊക്കെ ഷറഹുകളിൽ കാണാം. മനസ്സിലായില്ലേ? എന്തായാലും റസൂലുള്ള പൈസ കൊടുത്തിട്ട് എന്തായി? സൽമാൻ തങ്ങളെ വാങ്ങി. ഏത് നിബന്ധനയ്ക്കെന്നറിയാമോ? ഏത് നിബന്ധനയിലാണ് ജൂതനോട് വാങ്ങിയത്? അലാ അൻ യഗ്രിസ ലഹും നഖ്ലാ. അദ്ദേഹം എന്താണ്? ഈന്തപ്പൻ എന്താവണം? നടണം. സൽമാൻ തങ്ങൾ ഒരു നിബന്ധന അടിസ്ഥാനത്തിലാണ് ഇത്ര ദിർഹമിന് റസൂലുള്ളാഹിക്ക് വിറ്റത്. വെറും പൈസ മാത്രം കൊടുത്താൽ പോരാ, ഈ പറയാൻ പോണ നിബന്ധനയും കണ്ടീഷനും കൂടി പാലിക്കണം. ഒരു ഈന്തപ്പന തോട്ടം ഉണ്ടാക്കണം. എന്നിട്ട് ഫയഅമല സൽമാനു ഫീഹി, സൽമാൻ തങ്ങൾ അതിലെന്താവണം? ജോലി ചെയ്യണം. ഹത്താ തുത്ഇമ, അത് കായ്ക്കുന്നത് വരെ. ഏതുവരെ? ഫഗറസ റസൂലുള്ളാഹി നഖ്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു ഈന്തപ്പന തോട്ടം നട്ടിട്ടേ, ഈന്തപ്പന തൈകൾ നട്ടിട്ട് പിന്നെ കായ്ക്കാണെങ്കിൽ എത്രയാവും? 5, 6, 7 കൊല്ലമൊക്കെ ആവും. ഇത്രയും കാലം സൽമാൻ ആടങ്ങനെ സൽമാൻ ഫാരിസി തങ്ങൾ ജോലി ചെയ്യുക. അപ്പോൾ റസൂലുള്ള എടുത്തൊരടവാണ്. റസൂലുള്ള എന്താക്കി? ഫഗറസ റസൂലുള്ളാഹി നഖ്ല, ഈന്തപ്പന തോട്ടത്തിലെല്ലാം റസൂലുള്ള നട്ടു. ഇല്ല നഖ്ലത്തൻ വാഹിദ, എന്തൊഴികെ? ഒരൊറ്റ ഈന്തപ്പന ഒഴികെ. സുബ്ഹാനല്ലാഹ്. ഗറസഹ ഉമറു, ഉമർ തങ്ങളാണ് അതിനെന്താക്കിയത്? നട്ടത്. ഫഹമലത്തിൻ നഖ്ലു, ആ നഖ്ലുകളൊക്കെ, ആ ഈന്തപ്പന മരങ്ങളൊക്കെ കായ്ച്ചു. മിൻ ആമിഹ, ആ വർഷം തന്നെ. മിൻ ആമിഹ, ആ വർഷം തന്നെ. വലം തഹ്മിലിൻ നഖ്ല, ആ നഖ്ല, ഏത്? ഉമർ തങ്ങൾ നട്ട ആ നഖ്ല കായ്ച്ചില്ല ആ വർഷം. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ റസൂലുള്ള ചോദിച്ചു, മാ ശഅ്നു ഹാദിഹിൻ നഖ്ല, ഈ ഈന്തപ്പന മരത്തിൻ്റെ കഥ എന്താണ്? ഇത് മാത്രം എന്താ കായ്ക്കാത്തത്? ഫഖാല ഉമർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അന ഗറസ്തുഹാ, ഞാനാണതിനെ നട്ടത് നബിയേ, ഞാനാണതിനെ നട്ടത്. ഫനസഅഹാ റസൂലുള്ളാഹ്, റസൂലുള്ള അതിനെ ഊരി അഥവാ പൊരിച്ചു. ഫഗറസഹാ, അങ്ങനെ അതിനെ നട്ടു. അതും ഫഹമലത്ത് മിൻ ആമിഹ, അതും ആ വർഷം തന്നെ കായ്ച്ചു. ഇതാണ് ചരിത്രം. ഇതാണ് ചരിത്രം. അപ്പോൾ എന്തായി? സൽമാൻ തങ്ങൾ മോചിതനായി. പൈസ റസൂലുള്ള കൊടുത്ത്, പിന്നെ ഇതും കായ്ക്കുന്നത് വരെ എന്താക്കണം? പണിയെടുക്കണം. അതും റെഡിയായി. യാ സലാം. ഇതാണ് ചരിത്രം. മനോഹരമായ ചരിത്രമാണ്. പിന്നെ حدثنا محمد بن بشار قال حدثنا بشر بن الوضاح قال حدثنا أبو عقيل الدورقي عن أبي نضرة العبقي قال سألت أبا سعيد الخدري, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, അൻ ഖാതമി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖാത്തമിനെ കുറിച്ച്. യാനി ഖാതമൻ നുബുവ, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മോതിരം അല്ല, പിന്നെ ഖാത്തം എന്ന് പറഞ്ഞാൽ മോതിരം എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഖാത്തമൻ നുബുവ, പ്രവാചകത്വ മുദ്രയെ സംബന്ധിച്ചാണ്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാന ഫീ ലഹരിഹി, റസൂലുള്ളാഹിന്റെ മുതുകിലുണ്ടായിരുന്നു ബളഅത്തുൻ നാഷിസ, ബളഅത്തുൻ നാഷിസ, എന്തുണ്ടായിരുന്നു? ഉയർന്നു നിൽക്കുന്ന ഒരു തടിപ്പുണ്ടായിരുന്നു. ബളഅത്ത് എന്ന് പറഞ്ഞാൽ തടിപ്പ്, ഒരു മാംസ കഷ്ണം. നാഷിസത്തുൻ എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നതായ, ഉയർന്നേ നിൽക്കുന്നതായ. നാഷിദത്തു എന്ന് പറഞ്ഞാൽ അൽ മുർത്തഫിഅത്തു, ഉയർന്നു നിൽക്കുന്നതായ. പിന്നെ അവസാന ഹദീസ് ഈ അധ്യായത്തിലെ. حدثنا أحمد بن المقدام أبو الأشعث العجلي البصري قال أخبرنا حماد بن زيد عن عاصم الأحول عن عبد الله بن سرجس قال أتيت رسول الله, ഞാൻ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് പോയി. വഹുവ, ഏത് ഹാലിൽ, ഏതവസ്ഥയിൽ? വഹുവ ഫീ നാസിൻ മിൻ അസ്ഹാബിഹി, റസൂലുള്ളാഹി അവിടുത്തെ സ്വഹാബത്തിൽ നിന്നുള്ള ചില ആളുകളോടൊപ്പമാണ്. അപ്പോൾ സ്വഹാബത്തിനോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ചെന്നു. ഫദുർതു ഹക്കദാ മിൻ ഖൽഫിഹി, ഞാനിങ്ങനെ ഇപ്രകാരം അവിടുത്തെ ഇങ്ങനെ കറങ്ങി. മിൻ ഖൽഫിഹി, പിന്നിലൂടെ ഞാൻ ഇങ്ങനെ കറങ്ങി നോക്കി റസൂലുള്ളാഹിന്റെ.
ഫറഫല്ലദി യുരീദു, അപ്പോൾ എൻ്റെ ഉദ്ദേശം റസൂലുള്ളാഹിക്ക് മനസ്സിലായി. ഫറഫ, റസൂലുള്ളാഹിക്ക് മനസ്സിലായി. അല്ലദി ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നതായ ഒന്നിനെ. ഞാൻ ബേക്ക് പോയ എന്തിനാ? ഖാത്തമുൻ നുബുവത്ത് നോക്കാൻ. അപ്പോൾ ആ വിഷയം ആർക്ക് മനസ്സിലായി? റസൂലുള്ളാഹി പറഞ്ഞു ഓനിങ്ങനെ അടങ്ങാറാണ്ട, എന്നിട്ട് ഇങ്ങനെ ഓപ്പണാക്കി കാണിച്ചു കൊടുത്തു, ഇതാ മോനെ. ഓനിങ്ങനെ ബേക്കോട്ട് പോയ എന്തിനാ? ഖാത്തമുൻ നുബുവത്ത് കാണാൻ. ഓന് എന്ന് പറഞ്ഞാലേ നമ്മൾ അബ്ദുല്ലാഹിബ്നു സർജിസ് റളിയല്ലാഹു അൻഹു ഫഅൽഖ റിദാ അൻഹി, റസൂലുള്ളാഹി അവിടുത്തെ തട്ട മുതുകിൽ നിന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ ഫറഅയ്തു മൗദിഅൽ ഖാതമി അലാ കതിഫൈ, ഞാൻ അപ്പോൾ അവിടുത്തെ പിരടിയിൽ പ്രവാചകത്വ മുദ്രയുടെ സ്ഥാനം കണ്ടു. മിസ്ലൽ ജുംഇ, കൈ കൂട്ടിപ്പിടിച്ചാൽ ഉണ്ടാകുന്നത് പോലെ. ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചാൽ, മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകുക, അതുപോലെ അതിൻ്റെ കോലം പറഞ്ഞതാണ്. അത്ര വലിപ്പമുണ്ട് എന്നല്ല, അതിൻ്റെ കോലം. ഹൗലഹാ ഖൈലാനുൻ, അതിൻ്റെ ചുറ്റും എന്തുണ്ട്? പുള്ളികളുണ്ട്. കഅന്നഹാ സലാലീലു, പാലുണ്ണി പോലോത്ത. കഅന്നഹാ സലാലീലു, പാലുണ്ണി പോലോത്ത പുള്ളികളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മുഷ്ടി കൈ കൂട്ടിപ്പിടിച്ചാൽ ഉണ്ടാകുന്നത് പോലെ ഒരു മുഷ്ടിയുടെ രൂപത്തിലാണ് എന്ത് ഖാതമോ നുബുവത്ത്. അങ്ങനെ ഫറജഅതു, ഞാൻ എന്താക്കി? മടങ്ങി. ഹത്തസ്തഖ്ബൽതു, റസൂലുള്ളാഹിനെ അഭിമുഖീകരിച്ചു നിന്നു. ഫഖുൽതു, ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു. മുന്നിൽ വന്നിട്ട് ഞാൻ ഇപ്പം പിന്നിലല്ലേ ഉള്ളത്, പിന്നെ മുന്നിൽ മടങ്ങി എന്ന് പറഞ്ഞാൽ മുന്നിലോട്ട് മടങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ്, അള്ളാഹ് അങ്ങേക്ക് പുറത്തു തരട്ടെ. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, വലക, നിനക്കും. ഫഖാല ഖൗമു, ഇത് പറഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ ചോദിച്ചു, ഇസ്തഗ്ഫറ ലക റസൂലുള്ളാഹ്, റസൂലുള്ളാഹി അങ്ങേക്ക് വേണ്ടി നിനക്ക് വേണ്ടി പാപമോചനം തേടിയോ? ഖാല, ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഞാൻ അതെ, വലക്കും, നിങ്ങൾക്കും വേണ്ടിയിട്ട് എന്തായിട്ടുണ്ട്? നിങ്ങൾക്കും വേണ്ടിയിട്ട് പർക്കൽ ചോദിച്ചിട്ടുണ്ട്. സുമ്മ തലാ ഹാദിഹിൽ ആയ, പിന്നെ ഈ ആയത്ത് ഓതി, അസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നബിയേ അങ്ങയുടെ പാപത്തിന് വേണ്ടി അങ്ങ് പൊറുക്കൽ ചോദിക്കുക. വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും, വൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും അങ്ങ് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ റസൂലുള്ളാഹി ഇസ്തിഗ്ഫാർ ചെയ്തു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് പാപമോചനം എന്നർത്ഥം വെക്കും. നബിതങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ ദറജ വർദ്ധിക്കാൻ വേണ്ടിയാണ്, പടച്ച റബ്ബിനോടുള്ള നന്ദി പ്രകടനത്തിൻ്റെ വർധനവിന് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വിഷയം എന്താ? ഖാത്തമുൻ നുബുവത്തുമായി ബന്ധപ്പെട്ട ഹദീസാണല്ലോ. ഖാത്തമുൻ നുബുവത്തിനെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ നിവേദനങ്ങളാണ് നാം പറഞ്ഞു വെച്ചത്, അല്ലേ? അപ്പോൾ എന്തായാലും അതിൻ്റെ സംക്ഷിപ്തം നമുക്കിങ്ങനെ പറയാം. എങ്ങനെ? രോമാവൃതമായ, അല്പം പൊങ്ങി നിൽക്കുന്ന രൂപത്തിൽ, പക്ഷിമുട്ടയോളം വലുപ്പമുള്ള ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിരടിയിൽ ഉണ്ടായിരുന്നു. ഇവിടെ പണ്ഡിതന്മാരൊരു ചർച്ച നടത്തുന്നുണ്ട്, എപ്പോഴാണ് ഈ പ്രവാചകത്വ മുദ്ര റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൽ വന്നത്? ഫഹൽ വുലിദ ബിഹി, ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു? ഔ വുലിഅ ഹീന വുലിദ, അല്ലെങ്കിൽ പ്രസവിച്ച സമയത്ത് അങ്ങനെ വെച്ചതാണോ? ഔ ഇൻദ ഷഖ്ഖി സദ്രിഹി വഹുവ സഗീർ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ആ ഹൃദയം കീറുന്ന ഹൃദയ ശസ്ത്രക്രിയ നടത്തിയല്ലോ, അപ്പോഴാണോ? ഔ ഹീന നുബ്ബിഅ, അല്ലെങ്കിൽ നുബുവത്ത് കിട്ടിയപ്പോഴാണോ? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അസ്ബതുഹ അസ്സാലിസു, ഏറ്റവും സ്ഥിരപ്പെട്ടത് മൂന്നാമത്തതാണ്. ഏതാ മൂന്നാമത്തെ? ഹൃദയം കീറിയ സമയത്ത്, ചെറുപ്പകാലത്തെ ലംറത്തിൻ്റെ കൂടെ ആട് മേയ്ക്കാൻ പോയപ്പോൾ അറിയില്ലേ, ആ സമയത്താണ് എന്നുള്ളതാണ്. ബിഹി ജസമ ബിഹി ഇയാദ്, അതുകൊണ്ട് ഖാദി ഇയാദ് തങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി വലിയ മഹാനാണ്. ഓരോ മഹാന്മാരെ പറയുമ്പോൾ അവരെങ്ങനെ സിയാറത്ത് ചെയ്തതൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഈജിപ്തിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഷാഫി ഇമാമിൻ്റെ മക്കാമിൻ്റെ പിറകു വശത്തുള്ള റോഡിലൂടെ അങ്ങനെ സഞ്ചരിച്ച
ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് മഹാനുഭാവൻ്റെ മസാർ. ഇതുവരെ അത് ഒരു പൊതു ശ്മശാനത്തിൻ്റെ ഭാഗമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. മനസ്സിലായില്ലേ? വൃത്തിയില്ലാത്ത രൂപത്തിൽ. ഇപ്പോൾ അത് നമ്മളെ അൽ അസ്ഹറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇന്തോനേഷ്യക്കാരും നമ്മളെപ്പോലുള്ള കുട്ടികളൊക്കെ കൂടിയിട്ട് അതെന്താക്കി, പുനർനിർമ്മാണം നടത്തി. ഇപ്പോൾ അവസാനം പോയപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഖാത്തമുൻ നുബുവത്തിനെ സംബന്ധിച്ച വ്യത്യസ്തങ്ങളായ ഹദീസുകളാണ് കഴിഞ്ഞ 2 ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹു ആ ഖാത്തമുൻ നുബുവത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.